പക്ഷെ കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും ഒരു രക്ഷയുമില്ല. സിദ്ധരാമയ്യ കസേരയിൽ നിന്ന് അനങ്ങില്ല എന്ന് തന്നെയാണ് പറയുന്നത്. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി വരാൻ പ്രവർത്തകർ പൂജ വരെ നടത്തി തുടങ്ങി. അപ്പോൾ കൂടോത്രം ചെയ്തെങ്കിലും എങ്ങനെയെങ്കിലും സിദ്ധരാമയ്യ ഒന്ന് ഇറക്കണം എന്നാണ്. ഇതിൽ പിന്നെ ഗാർഗെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗാർഗെ പറഞ്ഞു, പിന്നെ ഹൈക്കമാൻഡിൻ്റെതാണ് തീരുമാനം, ഹൈക്കമാൻഡ് ഉടനെ തീരുമാനമെടുക്കും. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പിന്നെ റോബർട്ട് വാദ്ര, ഇവരാണ് ഹൈക്കമാൻഡ്. ഈ ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കാനാണ്? പ്രത്യേകിച്ച് ഈ കർണാടകയിലെ നെടുന്തൂണെന്ന് പറയുന്നത് DK ശിവകുമാറാണ്. കർണാടകയിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചതും ഫണ്ട് റൈസറും DK ശിവകുമാറാണ്. DK ശിവകുമാർ പിന്നെ ഇപ്പൊ BJP ആണെങ്കിലും DK ശിവകുമാറിനെ പൊന്നുപോലെ കൊണ്ടുപോയി വേണമെങ്കിൽ വല്ല സഹമന്ത്രി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി വരെ ആക്കും DK ശിവകുമാറിനെ. BJPക്ക് അത്ര താല്പര്യമാണ് DK ശിവകുമാറിനോട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും സിദ്ധരാമയ്യ ഒഴിഞ്ഞു കൊടുക്കില്ല എങ്കിൽ DK ശിവകുമാർ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകില്ലേ? ഈ കർണാടകത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സിദ്ധരാമയ്യക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, DK ശിവകുമാറിന് വേറെ പ്രത്യേക സ്ഥാനമുണ്ട്. രണ്ട് സെഗ്മെൻ്റാണ് ശരിക്കും, രണ്ട് സ്വാധീന മേഖലയായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് സിദ്ധരാമയ്യ വളരെ ധൈര്യത്തോടുകൂടി ഇപ്പോഴും ആ പൊസിഷനിൽ നിൽക്കുന്നത്. പക്ഷേ അവിടെ നമ്മളുടെ ഒരു കോമൺ സെൻസ് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു കാര്യം. 2.5 വർഷം എന്നതായിരുന്നു ആരംഭിക്കുന്ന സമയത്തുണ്ടായിരുന്ന എഗ്രിമെൻറ്റ്. അത് പരസ്പരം സമ്മതിച്ചിട്ടുള്ളതാണ്. പരസ്പരം സമ്മതിച്ചിട്ടുള്ളത് മാത്രമല്ല, ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടുള്ള എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള ആ എഗ്രിമെൻറ്റ് അംഗീകരിക്കാൻ ഇപ്പോൾ തയ്യാറാകാത്തത് സിദ്ധരാമയ്യ. എന്തുകൊണ്ടാണ് സിദ്ധരാമയ്യ അങ്ങനെ അത് അംഗീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ, സിദ്ധരാമയ്യക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഇത് തൻ്റെ അധികാരത്തിൻ്റെ അവസാന പടവാണ് എന്നുള്ളതായിരുന്നു. ഇവിടെ നിന്നിറങ്ങിയാൽ 2.5 വർഷം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങി വീട്ടിൽ പോയിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്ന കാര്യം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് കഴിയുന്നിടത്തോളം തനിക്ക് ഇവിടെ കടിച്ചു തൂങ്ങാൻ എത്ര കഴിയുമോ അത്രയും കടിച്ചു തൂങ്ങാം എന്ന് കരുതി കടിച്ചു തൂങ്ങി അദ്ദേഹം നിൽക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ രീതികളാണ്. ഒരു തരത്തിലുള്ള സത്യസന്ധതയുമില്ല, ആത്മാർത്ഥതയുമില്ല, പറഞ്ഞ വാക്ക് പാലിക്കണം നിർബന്ധമില്ല. എവിടെയും തുരപ്പൻ പണികൾ നടത്താം, അധികാരം നിലനിർത്തണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇതാണ് പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ എന്ന് പറയും. ഹൈക്കമാൻഡ് പറയുന്നത് എന്തിനു കേൾക്കണം, എന്താണ് ഹൈക്കമാൻഡ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ഒരാളാണ് സിദ്ധരാമയ്യയും അതേപോലെ ശിവകുമാർ. രണ്ടുപേർക്കും അറിയാം അവർക്ക് യാതൊരു ശേഷിയുമില്ല. കർണാടക രാഷ്ട്രീയത്തിൽ ഒന്നും സംസാരിക്കാനായിട്ടുള്ള ശേഷിയില്ലാത്ത ഒന്നാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി വേണമെങ്കിൽ പ്രിയങ്കയുടെ ഭർത്താവിനെ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ചേർത്താക്കാം. ഇതാണ് അവരുടെ അടുക്കള സിദ്ധാന്തം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ. അവർ പറഞ്ഞാൽ എന്തിനു കേൾക്കണം എന്ന് ഇവർ രണ്ടുപേരും ചോദിക്കുന്നുണ്ടാവും. ഇവരുടെ രണ്ടുപേരുടെയും പ്രശ്നം എന്താണ്? കർണാടകത്തിലെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് തങ്ങളുടെ അധികാരശേഷിക്ക് അനുസരിച്ച് രൂപപ്പെടുത്തുക. ഇതിലാണ് DK ശിവകുമാറായാലും സിദ്ധരാമയ്യ ആയാലും ഇപ്പോൾ മുഴുകിയിരിക്കുന്നത്. അപ്പോൾ സിദ്ധരാമയ്യയുടെ കൂടെ കുറേ MLA മാരുണ്ട്, ശിവകുമാറിൻ്റെ കൂടെയും കുറേ MLA മാരുണ്ട്. അങ്ങനെ രണ്ടുപേരും ബലാബലം നിൽക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ DK ശിവകുമാറിന് ബഹളം വെക്കാം. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? കോൺഗ്രസിൻ്റെ ഭരണം കർണാടകത്തിൽ അവസാനിക്കും. കോൺഗ്രസിൻ്റെ ഭരണം കർണാടകത്തിൽ അവസാനിക്കും എന്ന് പറഞ്ഞാൽ DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു അധികാര ലോകത്തിൻ്റെ തുറവിയാണ് കോൺഗ്രസിൻ്റെ അവിടുത്തെ വിജയം എന്ന് പറയുന്നത്. കാരണം അത് വിജയിപ്പിച്ച അദ്ദേഹമാണ്, അദ്ദേഹത്തിന് അറിയാം. ഒരു വശം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. മറ്റൊന്നുണ്ട്, ജനകീയതയും അതേപോലെ തന്നെ കോൺഗ്രസിന് സാധാരണ രീതിയിൽ കിട്ടാത്ത കുറേയധികം വോട്ടുകൾ വാങ്ങിക്കൊടുക്കുന്ന ഒരാളാണ് സിദ്ധരാമയ്യ. അതാണ് പ്രശ്നം. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് കോൺഗ്രസ് അവിടെ ജയിക്കുന്നത്. അതുകൊണ്ട് തർക്കമില്ലാതെ ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞാലാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് കർണാടകത്തിലെ അധികാരത്തിൽ തുടരുകയുള്ളൂ. DK ശിവകുമാറിന് കോൺഗ്രസ് അവിടുത്തെ അധികാരത്തിൽ തുടരണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ സിദ്ധരാമയ്യ ഉണ്ടാക്കിയിട്ട് പോലും അദ്ദേഹം അതിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറായിരിക്കുന്നത്. ശരിയാണ്, BJPയിലേക്കൊന്നും അദ്ദേഹം എത്തി നോക്കിയാൽ മതി. BJP അദ്ദേഹത്തെ തേരിലേറ്റി കൊണ്ടുപോകും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. BJPയുടെ രീതിയും അത് തന്നെയാണ്. എവിടെയാണോ അധികാരമില്ലാത്തത് അവിടെ നിലവിലുള്ള അധികാര ശക്തിയെ രണ്ടായിട്ട് പിളർത്തുക, ഒരെണ്ണത്തിന് തങ്ങളുടെ കൂടെ ചേർക്കുക, എന്നിട്ട് അധികാരത്തിലേക്ക് കയറുക. മഹാരാഷ്ട്ര, ഗോവ മുതലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ DK ശിവകുമാർ തന്നെയാണ് അങ്ങനെ ഒരു പിളർപ്പിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകാതെ കോൺഗ്രസിനെ കാത്തു സൂക്ഷിച്ച് ഇപ്പോഴും കൊണ്ടു നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയായിരിക്കാം, പക്ഷേ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഈ ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് 2 വർഷത്തെ നീതി DK ശിവകുമാറിന് വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ
ഈ DK ശിവകുമാർ ഈ അമിത്ഷായെ പങ്കെടുത്ത ഒരു ചടങ്ങിൽ വേദി പങ്കിട്ടു. കുംഭമേളയിൽ ഗാർഗെ വരെ കുംഭമേളയിൽ പങ്കെടുത്താൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറഞ്ഞതാണ്, കുംഭമേളയിൽ പങ്കെടുത്ത ദാരിദ്ര്യം മാറുമോ എന്ന് ചോദിച്ചിടത്താണ് DK ശിവകുമാർ മകളും ഭാര്യയും പോയി കുളിച്ചിട്ട് പോസ്റ്റ് ഇട്ടത് കുംഭമേളയെ കുറിച്ച്. മാത്രമല്ല ഇവിടെ പരിപാടി പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുമ്പോൾ അദ്ദേഹം പല അമ്പലങ്ങളും സന്ദർശിക്കുന്നു എന്നുള്ള ഒരു വിമർശനം സിദ്ധരാമയ്യ ഉന്നയിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ കുറച്ചുകൂടി ഹൈന്ദവമായ കാര്യങ്ങളിലേക്ക് DK ശിവകുമാർ മാറുന്നു എന്നുള്ളത് കോൺഗ്രസിനെ വല്ലാതെ എന്താ പറയുക, ഭയപ്പെടുത്തുന്നുമുണ്ട്, പ്രകോപിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തൽക്കാലം DKയെ ഒന്ന് അടക്കാം, DK പറയുന്നത് തൽക്കാലം ഒന്ന് കേൾക്കണ്ട, സിദ്ധരാമയ്യ തന്നെ ഇരിക്കട്ടെ, ഇങ്ങനെ കൂടി 2 കൊല്ലം അങ്ങ് കൊണ്ടുപോകാം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചാൽ മുന്നും പിന്നെ നോക്കാതെ DK ശിവകുമാർ ഒരു നിലപാടെടുക്കില്ലേ? ഹൈക്കമാൻഡ് വളരെ സൂക്ഷിച്ച് മാത്രമായിരിക്കാം ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയുള്ളത്. കാരണം തങ്ങളുടെ ഇടപെടലുകൊണ്ട് ഒരു തകർച്ച കർണാടക കോൺഗ്രസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഭാരം അവർ ചുമക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളറിയാത്തതുപോലെ എന്നുവെച്ചാൽ പരസ്യമാകാത്തതുപോലെ രഹസ്യമായിട്ട് ഹൈക്കമാൻഡ് 2 കൂട്ടരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ആ സംഭാഷണമാണ് ഇത് പ്രശ്നമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാരണമായി തീരുന്നത്. അതല്ലാതെ DK ഒരു പാഠം പഠിപ്പിക്കാം എന്ന് തീരുമാനിച്ച് ഹൈക്കമാൻഡ് ഇടപെട്ടാൽ അന്ന് ഹൈക്കമാൻഡിൻ്റെ കട വെട്ടും. പക്ഷെ DK ഇത്ര ഫണ്ട് റൈസ് ചെയ്തും ഈ ആളെ കൂട്ടിയും കർണാടകയിൽ കോൺഗ്രസിന്റെ നെടുന്തൂണായി നിന്നത് അധികാരത്തിന് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയിട്ടല്ല. കോൺഗ്രസിന്റെ ഒരു മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് അധികാരമാണ്. DKയും ആഗ്രഹിച്ചത് അധികാരമാണ്. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി എന്നതിനപ്പുറം കർണാടകയുടെ മുഖ്യമന്ത്രി തനിക്കാകണം എന്നുള്ള ഏക നിർബന്ധത്തിന്റെ പുറത്താണ് അദ്ദേഹം കർണാടകയിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചതും കോൺഗ്രസിനെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ എത്തിച്ചതും. എന്നിട്ടും തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ DK ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് മാറി ചിന്തിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നത്. അതെ, DK അങ്ങനെ തീരുമാനമെടുത്താൽ പിന്നീട് മാറി ചിന്തിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് തീരുമാനമെടുക്കാനായിട്ട് വൈകുന്നത്. കാരണം സാവകാശത്തിൽ തീരുമാനമെടുക്കുന്നു. പല വശങ്ങളും ഉണ്ട് അതിന്. കാരണം എന്താണെന്ന് വെച്ചാൽ DKക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. DKക്ക് ഇന്നല്ലെങ്കിൽ നാളെ കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറാൻ കഴിയും. കർണാടക കോൺഗ്രസ് എന്ന് പറയുന്നത് തൻ്റെ കൈകളിൽ തന്നെ ഇരിക്കും എന്ന കാര്യവും അദ്ദേഹത്തിന് അറിയാം. ആ ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു കലമ്പലുണ്ടാക്കി ഇത് അവസാനിപ്പിക്കാതിരിക്കുന്നതിന് കാരണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അദ്ദേഹം കലമ്പി ഇത് എന്ത് ചെയ്യാനെ നശിപ്പിച്ച് കളഞ്ഞാനെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാത്തിരിക്കുക, സാവകാശത്തിലാണെങ്കിൽ പോലും പതുക്കെ മുഖ്യമന്ത്രി പദം തൻ്റെ കയ്യിലേക്ക് കോൺഗ്രസ് എന്ന സംവിധാനത്തിലൂടെ തന്നെ വരണം എന്ന ആഗ്രഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ എത്രയോ മുമ്പ് അദ്ദേഹം ഇത് അവസാനിപ്പിച്ച് BJPയുമായി ഒരു സന്ധി സംഭാഷണം നടത്തി വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പിളർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മന്ത്രിസഭ സ്ഥാപിക്കാനായിട്ട് കഴിയും. അപ്പോൾ എപ്പോഴും DK ഉള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിലൂടെ തന്നെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.